സന്തോഷ്, അനിൽ ആന്റണിയുടെ പ്രചാരണത്തിന്റെ ഭാഗമായാണ് നരേന്ദ്രമോദി ഇപ്പോൾ പത്തനംതിട്ടയിൽ എത്തിയിരിക്കുന്നത്. അതേസമയം നമുക്കറിയാം, ഈ വേദി നമുക്ക് നോക്കുമ്പോൾ അതിൽ ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളിയുണ്ട്. മറ്റൊരു ഭാഗം നോക്കുകയാണെങ്കിൽ അവിടെ അനിൽ ആന്റണി, അതോടൊപ്പം തന്നെ പത്മജ വേണുഗോപാൽ, മറ്റൊരു വശത്ത് ഷോൺ ജോർജ്, അദ്ദേഹത്തിന്റെ പിതാവ് PC ജോർജ് തുടങ്ങിയ എല്ലാവരും തന്നെ നിരന്നു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം. അതിനിടയിലാണ് ഇപ്പോൾ മോദിയുടെ സർക്കാരിനെതിരെ ചില കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്തൊക്കെയാണ് മറ്റ് പരിപാടികൾ? അതുപോലെ മോദി മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായിട്ട്? ഭദ്ര, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ ഒരു പ്രത്യേക കാലത്ത് അല്ലെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ കോൺഗ്രസുമായിട്ട് ചേർന്ന് നിന്ന അല്ലെ കോൺഗ്രസിന്റെ വളരെ മുതിർന്ന നേതാക്കളായിരുന്ന ആന്റണിയുടെയും അതുപോലെ തന്നെ കെ കരുണാകരന്റെയും മക്കൾ ഇരുവരും BJPയുടെ വേദിയിൽ, പ്രത്യേകിച്ചും നരേന്ദ്രമോദി വന്ന വേദിയിൽ ഒന്നിച്ചു വന്നിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അനിൽ ആന്റണിയാണ് പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി. ഈ പ്രചാരണ യോഗത്തിൽ എത്തിയ പ്രധാനമന്ത്രി രൂക്ഷമായ വിമർശനങ്ങൾ കേരള സർക്കാരിനെതിരെയും അതുപോലെ തന്നെ UDFനെതിരെയും നടത്തിയിരിക്കുന്നു. കേരളത്തിലെ നിയമ സംവിധാനം നോക്കുകുത്തിയായി മാറിയിരിക്കുന്നു എന്ന് മോദി പറഞ്ഞിരിക്കുന്നു. ഇവിടെ പരസ്പരം മത്സരിക്കുന്നവർ, LDF UDF ഇവിടെ മത്സരിക്കുന്നവർ ഡൽഹിയിൽ ചെന്ന് കൈകോർക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. കേരളം രക്ഷപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ കേരളം ഒരു വികസനത്തിന്റെ മാതൃകയിലേക്ക് അല്ലെങ്കിൽ വികസനത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ കേരളം മാറി ചിന്തിക്കേണ്ടുന്ന സാഹചര്യമാണ് ഇവിടെ. അതുപോലെ തന്നെ LDF UDFും സംസ്ഥാനത്തിന് നഷ്ടം അല്ലെങ്കിൽ നാടിന് നഷ്ടമുണ്ടാക്കുന്നു. ഒരിക്കൽ ഭരണത്തിൽ നിന്ന് പോയാൽ പിന്നീട് ഈ രണ്ട് കക്ഷികളെയും ആർക്കും ആ സംസ്ഥാനങ്ങളിൽ തിരിച്ച് വരാൻ സാഹചര്യമില്ലാത്ത തരത്തിൽ മാറിയിരിക്കുന്നു എന്നിങ്ങനെയുള്ള വളരെ രൂക്ഷമായ വിമർശനങ്ങൾ അദ്ദേഹം നടത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ കേരളം മാറി ചിന്തിച്ചാൽ BJP അധികാരത്തിൽ വന്നാൽ കേന്ദ്ര ഭരണത്തിന്റെ കീഴിലുള്ള പദ്ധതികൾ ഇവിടെ വളരെ വേഗം നടക്കും. ആ നിലയിൽ കേരളത്തിന്റെ സാഹചര്യം മാറും എന്ന് പറയുന്നു. അതുപോലെ തന്നെ കേരളത്തിലെ കർഷകരോട്, പ്രത്യേകിച്ച് റബ്ബർ കർഷകരോട് LDF UDF മുന്നണികൾ കണ്ണടക്കുകയാണ്. അവരെ പരിഗണിക്കുന്നില്ല. എന്നാൽ ആ നിലയിലല്ല, കേന്ദ്ര സർക്കാർ വന്നാൽ അതിനൊരു മാറ്റമുണ്ടാകുമെന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ മുത്തലാഖ് വിഷയം ഉൾപ്പെടെയുള്ള പല വിഷയങ്ങളിലും, സ്വർണ്ണക്കടത്തും സോളാറും അഴിമതികൾ, ആവർത്തിച്ചു വരുന്ന അഴിമതികളും എല്ലാം നരേന്ദ്രമോദി എണ്ണി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും അണികളിൽ വലിയ ആവേശം കൊള്ളിക്കുന്ന ഒരു പ്രസംഗം തന്നെ അദ്ദേഹം നടത്തി. അനിൽ ആന്റണിയും അതോടൊപ്പം തന്നെ പത്മജ വേണുഗോപാലും അതുപോലെ ഷോൺ ജോർജും തുഷാർ വെള്ളാപ്പള്ളിയും എല്ലാം ഈ വേദിയിൽ ഉണ്ടായിരുന്നു. NDAയുടെ വിവിധ കക്ഷി നേതാക്കളും അതുപോലെ തന്നെ മറ്റ് തൊട്ടടുത്ത പാർലമെന്റ് മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥികളും ഇവിടെ ഈ വേദിയിൽ പങ്കിട്ടു. ഭദ്ര.